കരുണാനിധിയുടെ പെങ്ങളാണോ? എഡിൻബറോ കാസിലിന്റെ അടുത്തേക്ക് പോവാണ്. ഇന്നലെ നമ്മൾ ഇവിടെ നിന്നാണ്. ഇതൊരു ഒപ്റ്റിക്കൽ ഇലൂഷൻ ഏരിയ ആണ്. ഇവിടെ നമുക്ക് ഒത്തിരി മിറർ മാജിക് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. മാത്രം വെട്ടിവെച്ചേക്കുന്ന പോലൊരു ചെറിയ പീരങ്കികൾ കാസിലിന് ചുറ്റും. ഉച്ചയ്ക്ക് 1 മണിയാണ്. ഇപ്പോൾ അവിടെ ഒരു വെടിവെക്ക് കിട്ടുന്ന പരിപാടിയുണ്ട്. വണ്ടർലെസ് വ്ളോഗ്സ്. ഹലോ ഗായ്സ്, ഞങ്ങൾ രാവിലെ ഇവിടെ വന്ന് കടലൊക്കെ കണ്ടതുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ കടല കണ്ട ചായ കൊടുക്കണ. ചായ മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ബുഫറ്റ് ഉണ്ട് ഇറങ്ങാൻ. പക്ഷെ ഇന്നത്തെ ക്ലൈമറ്റ് നല്ല വെയിലാണ്. ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ഹോട്ടലിൻ്റെ വ്യൂ ഒന്ന് കാണിച്ചാൽ അടിപൊളിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും എഡിൻബറോ വിസിറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല വർത്താണ്, അടിപൊളിയാണ്. അതിൻ്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾക്ക് റൂമിൽ നിന്നുള്ള വ്യൂ ആണിത്. നല്ല അടിപൊളി കടലും ഉണ്ട്. ഇതൊരു ഷിപ്പ് യാർഡൊക്കെയാണ് ഇവിടെ. കാരണം വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവാണ്. കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമുക്ക് പോയി നോക്കാം. ഗെറ്റ് റെഡി ഗായ്സ്. എഡിൻബറോ ഇല്ല, ഭയങ്കര പൊളി വെയിലാണ്. ഇവിടെയാണ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാം. ഇവരൊക്കെ ഞങ്ങളെ കാത്ത് നേരത്തെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതായത് നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ല അടിപൊളിയായിരിക്കും. കരുണാനിധിയുടെ പെങ്ങളാണോ? റോബിനും അമ്മയും കൂടെ അവർക്ക് ആവശ്യമുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം നല്ല രസമായിരുന്നു കേട്ടോ. അടിപൊളി നൈസ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പം ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങൾ കുറച്ച് ബ്രെഡും കോൺഫ്ലെക്സും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കഴിച്ചു. ചീസ് വെച്ച ബ്രെഡൊക്കെയാണ് ഞാൻ കഴിച്ചത്. നമുക്ക് നല്ല കടിച്ചു മറിക്കാൻ പറ്റിയൊന്നും കിട്ടിയില്ല. ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ലൈറ്റായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മൾ എഡിൻബറോ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ളത് ക്യാമറ ഒബ്സ്ക്യൂറയും നമ്മളുടെ എഡിൻബറോ കാസിലുമാണ്. അപ്പോൾ നമ്മൾ അവിടെയാണ് ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുക. അപ്പോൾ ഞങ്ങൾ എഡിൻബറോയിലെ നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോകുന്ന ഒബ്സ്ക്യൂറയിലോട്ടാണ്. ഇല്യൂഷൻ ഗാലറിയാണ് അവിടെ. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ എന്തൊക്കെയാ വിശേഷങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഗൈസ് പകൽ വെളിച്ചത്തിൽ എഡിൻബറോ. ഇന്നലെ നമ്മൾ കണ്ടത് രാത്രിയായിരുന്നു. അടിപൊളി ബിൽഡിംഗ് ഉണ്ട്, അതുണ്ടോ? ഇതാണ് ഗൈസ് എഡിൻബറോ. അങ്ങനെ നമ്മൾ എഡിൻബറോ കാസിലിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇന്നലെ നമ്മൾ ഇവിടെ നിന്നാണ് ബസ് കാത്തു നിന്ന വീഡിയോ നൈറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ വീഡിയോ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ നൈറ്റ് വ്യൂവിൻ്റെ സെറ്റപ്പൊക്കെ. അപ്പോൾ നമ്മളിവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ എഡിൻബറോ കാസിലേക്ക് പോവുകയാണ്. കാരണം ഇതിൽ നിന്ന് ഇവിടുന്ന് മേലേക്ക് കയറി പോകുന്നിടത്താണ് എഡിൻബറോ കാസിലും ക്യാമറ ഒബ്സ്ക്യൂറും എല്ലാം. അപ്പോൾ നമുക്ക് വേണ്ട ഇവിടെ ഒരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് എഡിൻബറോയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റ് ആണ്. ഞങ്ങൾ ആദ്യം കയറാൻ പോകുന്നത് ഇതിന്റെ മേലേക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒബ്സ്ക്യൂറയാണ്. ഇതിനെപ്പറ്റി എന്താണ് ഷെറിന് പറയാനുള്ളത്? ഇതൊരു ഒപ്റ്റിക്കൽ ഇലൂഷൻ ഏരിയ ആണ്. ഇവിടെ നമുക്ക് ഒത്തിരി മിറർ മാജിക് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും. ലെറ്റ്സ് സീ. നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഇൻട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് ക്ലെവർ ഇല്യൂഷൻ എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. അത് കണ്ടിട്ട് നമ്മൾ അകത്ത് കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്. കുട്ടികൾ അവിടേക്ക് ഒന്ന് കറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ റിസപ്ഷനിലേക്ക് വന്നു. അപ്പോൾ അവരവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അവർ പറഞ്ഞു 6th ഫ്ലോറിൽ ഇന്നൊരു ഷോ ഉണ്ട്, അപ്പോൾ ഒരു 15 മിനിറ്റിനുള്ളത് സ്റ്റാർട്ടാകും. അപ്പോൾ നിങ്ങൾ ആദ്യം അവിടെ പോയി അത് കണ്ടിട്ട് തുടങ്ങാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്തു, അവിടെ നിന്ന് അവർ സ്റ്റാമ്പ് ചെയ്ത് തരും. ഇതാണ് നമ്മളുടെ പാസ്. ആ സ്റ്റാമ്പും എല്ലാവരുടെയും കയ്യിൽ അവർ ചെയ്ത് തരും. അതുകൊണ്ട് നമ്മൾ നേരെ ടോപ്പ് ഫ്ലോറിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ വാളിലൊക്കെ കുറേ ഡിസ്പ്ലേസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ശരിക്കും അടുത്തുനിന്ന് കാണുമ്പോൾ കണ്ണിന് തലയ്ക്കൊക്കെ എന്തോ പോലെയാണ്. അങ്ങനെ നമ്മൾ ഓരോ ഫ്ലോറ് കയറി നേരെ ടോപ്പിൽ 6th ഫ്ലോറിലേക്ക് പോവാണ്. 6th ഫ്ലോർ ആണ് ഷോ നടക്കുന്നത്. പക്ഷേ നമുക്ക് കുറച്ച് 10-15 മിനിറ്റ് ടൈം കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ റൂഫ് ടോപ്പിലേക്ക് പോവാണ്. അവിടെ ചെന്ന് നമുക്ക് അവിടുത്തെ വ്യൂസൊക്കെ കാണാം. ഫുൾ എഡിൻബറോ കാണാൻ പറ്റുന്നൊരു വ്യൂ ആണ്. അവിടുന്ന് കുറേ ബൈനോക്കുലറൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ കളർ തീമിലുള്ള ബിൽഡിങ്ങുകളാണ്. നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ കളർ തീമിലാണ് അവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
ഒരു പ്രത്യേക ഭംഗിയാണ് അവരുടെ ആ ക്യാമറ ഒബ്സ്ക്യൂറുടെ ആ ഒരു ഫ്ലാഗും സ്കോട്ട്ലാൻഡിൻ്റെ ഒരു ഫ്ലാഗും അതിൻ്റെ കൂടെ എഡിംബ്ര കാസിലിൻ്റെ വ്യൂവും ഒക്കെ ഭയങ്കര ഒരു ഭംഗിയാണ്. ആ കാണുന്നതാണ് ഗൈസ് എഡിംബ്ര കാസിൽ. അവിടെ കാണാനാണ് ഈ ആൾക്കാർ പോകുന്നത്. അവിടെ ഉച്ചയ്ക്ക് 1 മണിക്കൊരു വെടി പൊട്ടും. അതായത് പണ്ട് യുദ്ധകാലത്തുണ്ടായിരുന്നൊരു സംഭവമാണ്. അതിപ്പോഴും അവർ പിന്തുടർന്ന് വരുന്നുണ്ട്. നമുക്ക് ഷോയ്ക്ക് തുടങ്ങാൻ സമയമായി. അങ്ങനെ നമ്മൾ നേരെ ഷോ നടക്കുന്ന റൂമിന് ഫ്രണ്ടിലേക്ക് വന്നു. അപ്പോൾ അകത്ത് ക്യാമറ അലൗഡ് അല്ല. അത് ഈ സ്കോട്ട്ലാൻഡിൻ്റെയും ഈ എഡിംബ്രോയുടെയും ചരിത്രങ്ങൾ പറയുന്നൊരു ഷോയാണ്. അപ്പോൾ അത് കണ്ടിട്ട് വരാം. ഞങ്ങളൊരു ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങിയാണ്. ഭയങ്കര രസമാണ് കേട്ടോ. അതിന് അവിടെ ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഭയങ്കര രസമായിരുന്നു. സോറി. അങ്ങനെ 6th ഫ്ലോറിലെ ഷോ കഴിഞ്ഞ് നമ്മൾ നേരെ 5th ഫ്ലോറിലേക്ക് വന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ ഇതിനകത്തോട്ടൊരു കുതിര ഓടുന്ന സംഭവമായിരുന്നു. അങ്ങനെ കുറേ നമ്മൾ ഇല്യൂഷൻസൊക്കെ കണ്ട് തുടങ്ങി. നമുക്ക് ഓരോ ഫ്ലോറിലും കണ്ട് താഴേക്ക് പോകാം. അപ്പോൾ ഇത് 5th ഫ്ലോറാണ്. അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ എല്ലാം ഒന്നും വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് കുറച്ച് നല്ലതെന്ന് തോന്നിയതാണ് എടുക്കുന്നത്. അത്ര വലിയ സംഭവമൊന്നുമല്ല ശരിക്കും ഈ ക്യാമറ ഒബ്സ്ക്യൂറ. പക്ഷേ വന്നാൽ ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് പോകണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്കിത് വേറെ എവിടെയും കാണാൻ പറ്റില്ല. ഇതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട്. ഇത്രയേ ഉള്ളൂ, ഇത് കാണാനാണ് വന്നതെന്ന് തോന്നുന്ന സംഭവങ്ങൾ കുറേ ഉണ്ട്. എന്നാൽ നമുക്ക് ഇമ്പ്രസീവായിട്ട് തോന്നുന്ന കുറച്ച് സംഭവങ്ങളും ഉണ്ട്. അപ്പം വരുന്നവർ മിസ് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അത്ര ഫുൾ വേർത്തൊന്നും അല്ല, എന്നാലും മിസ് ചെയ്യരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമുക്ക് ഓരോ വിഷ്വൽസ് കണ്ട് താഴേക്ക് പോവാം. ഇത് നമ്മുടെ ഷാഡോ ക്യാപ്ചർ ചെയ്യുന്നതാണ്. നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കും. അപ്പം നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഷാഡോ അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഇത് ജസ്റ്റ് കളർ ഷാഡോ. പിന്നെ ഇതാണ് എനിക്ക് അവിടുത്തെ ഏറ്റവും ഒരു സംഭവമായിട്ട് തോന്നിയത് ഗൈസ്. ടേബിളിൻ്റെ അടിയിൽ നമ്മളുടെ ബോഡി കാണാതെ തല മാത്രം വെട്ടിവെച്ചേക്കുന്ന പോലൊരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. ശരിക്കും ഒരു മിറർ ഇല്യൂഷനാണത്. ശരിക്കും ബോഡി നമ്മൾ അപ്പുറത്തോട്ട് താഴെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റൂമിൻ്റെ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹൈറ്റ് തോന്നും. അത് അവിടെ നിന്ന് നമ്മൾ മറ്റേ സൈഡിലേക്ക് പോകുമ്പോൾ ഹൈറ്റ് തീരെ ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു കുറേ ഇല്യൂഷൻ, അതൊക്കെ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഗ്ലാസിൻ്റെ പരിപാടികളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. എന്നാലും ഇതും രസമായിരുന്നു. കുട്ടിയായിട്ടൊക്കെ കയറിയപ്പം അതിനകത്ത് നമ്മൾ വഴി കണ്ടുപിടിക്കാൻ പാടുപെടുന്നതും അതൊക്കെ ജസ്റ്റ് ഒരു ഫൺ എന്ന രീതിയിൽ കയറി കാണാമെന്ന് മാത്രം. അങ്ങനെ അത് കുറേ നേരം ഞങ്ങൾ അതിനകത്ത് സ്പെൻഡ് ചെയ്തു. കാരണം പുറത്തിറങ്ങാൻ കുറച്ച് ടൈം എടുത്തു, അതാണ് സത്യം. പിന്നെ നമ്മൾ കയറിയത് ഒരു സ്വിംഗ് ബ്രിഡ്ജിലാണ്. അതായത് ശരിക്കും നമ്മൾ ആ ബ്രിഡ്ജിൽ നിൽക്കുമ്പോൾ ബ്രിഡ്ജ് ഇങ്ങനെ കറങ്ങുന്ന പോലെ തല ചുറ്റും. എനിക്ക് അതിനകത്ത് അധികം നേരം നിൽക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം അത് ഷെയറ് നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അവിടെ കുറേ നേരം അവിടെ കുറേ ഒരുത്തൻ താഴെ വീണ് കിടന്ന് മെഴുകുന്നുണ്ട്. സംഭവം നല്ല കോമഡി ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്യാമറ ഒബ്സ്ക്യൂറ. അതായത് ഞാൻ കുറേ സംഭവങ്ങൾ കാണിച്ചിട്ടില്ല, എന്നാലും എനിക്ക് നല്ലതെന്ന് തോന്നിയെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നതാണ് എഡിംബ്ര കാസിൽ. അപ്പോൾ എഡിംബ്ര കാസിൽ കാണാൻ പോകുന്ന വഴിയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞങ്ങളിവിടെ കാസിൽ കാണാൻ വന്നതാണ്, എഡിംബ്ര കാസിൽ. ഉച്ചയ്ക്ക് 1 മണിയാണ്. ഇപ്പോൾ അവിടെ ഒരു വെടിപ്പൊക്കെ കിട്ടുന്ന പരിപാടിയുണ്ട്. ഞങ്ങൾക്ക് വെടി കിട്ടുന്ന ചെവി കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് അങ്ങോട്ട് ഞങ്ങൾ പോകുന്നില്ല. ഈ കാണുന്നതാണ് എഡിംബ്ര കാസിൽ. സ്കോട്ട്ലാൻഡിന്റെ ഹൃദയഭാഗത്ത് ആകാശത്തെ തൊടുന്ന ഒരു പാറമുകളിൽ അഭിമാനത്തോടെ നിലകൊള്ളുന്ന ഒരു കോട്ട, അതാണ് എഡിംബ്ര കാസിൽ. ഇനി നമുക്ക് ഈ കാസിലിനകത്തുള്ള കാഴ്ചകളും അതിന്റെ കുറച്ച് ചരിത്രങ്ങളും അറിയാം. സ്കോട്ട്ലാൻഡിലെ എഡിംബ്രോ നഗരത്തിന്റെ മധ്യഭാഗത്തുള്ള ഒരു അഗ്നിപർവ്വതത്തിന്റെ പാറമുകളിലാണ് എഡിംബ്ര കാസിൽ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1000 വർഷത്തിലേറെയായി ഈ കോട്ട സ്കോട്ട്ലാൻഡിന്റെ ചരിത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. 11ാം നൂറ്റാണ്ടിൽ രാജാവ് മാൽക്കം മൂന്നാമന്റെ കാലത്താണ് ഇവിടെ ഈ രാജകീയ കോട്ട രൂപം കൊണ്ടത്. പിന്നീട് പല യുദ്ധങ്ങളും അധിനിവേശങ്ങളും ഈ കോട്ട കണ്ടു. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും തമ്മിലുള്ള യുദ്ധത്തിൽ ഇത് പ്രധാന സൈനിക കേന്ദ്രമായിരുന്നു. 16ാം നൂറ്റാണ്ടിൽ സ്കോട്ട്ലൻഡിന്റെ റാണിയായ മേരി സ്റ്റുവർട്ട് ഇവിടെ താമസിച്ചിരുന്നു. അവരുടെ മകൻ ജെയിംസ് 6 ഈ കോട്ടയിൽ വെച്ചാണ് ജനിച്ചത്. പിന്നീട് അദ്ദേഹം ഇംഗ്ലണ്ടിന്റെ രാജാവുമായി. ഇന്നും കോട്ടയിൽ സ്കോട്ട്ലൻഡിന്റെ രാജകീയ കിരീടാഭരണങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കൂടാതെ സ്റ്റോൺ ഓഫ് ഡെസ്റ്റിനി എന്ന ചരിത്രപ്രസിദ്ധമായ കല്ലും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇന്ന് എഡിംബ്ര കാസിൽ സ്കോട്ട്ലൻഡിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ്. എഡിംബ്ര കാസിലിനുള്ളിലെ ഏറ്റവും ശ്രദ്ധേയമായ കെട്ടിടങ്ങളിലൊന്നാണ് ഗ്രേറ്റ് ഹാൾ. ഇത് 1511 സ്കോട്ട്ലൻഡിൻ്റെ രാജാവായ ജെയിംസ് 4 പുള്ളിയുടെ ഭരണകാലത്ത് നിർമ്മിച്ചതാണ്.
ആ കാലത്ത് രാജകീയമായ വിരുന്നുകളും ഔദ്യോഗിക സമ്മേളനങ്ങളും എന്തിന് യുദ്ധചർച്ചകളും വരെ നടന്നിരുന്നത് ഈ ഹാളിലാണ്. ഈ ഹാളിൻ്റെ മുകൾ ഭാഗം അതിമനോഹരമായൊരു മേൽക്കൂര കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഇതിൻ്റെ ഒരു പ്രത്യേക സവിശേഷതയും കൂടിയാണ്. പിന്നെ ഭിത്തികളിൽ പഴയകാല ആയുധങ്ങൾ, വാളുകൾ, കുന്തങ്ങൾ, കവചങ്ങൾ ഇവയൊക്കെ അലങ്കാരമായി ഇപ്പോഴും പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇത് മധ്യകാല സ്കോട്ട്ലാൻഡിൻ്റെ സൈനിക ശക്തിയും രാജകീയ ഭംഗിയും ഓർമ്മിപ്പിക്കുന്നു. കിരീടങ്ങളും ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു ഹാളിനുള്ളിലാണ്. ഇതിനുള്ളിൽ നമുക്ക് ക്യാമറ അലൗഡല്ല. ഒരു വലിയ അഗ്നിപർവ്വത മലയുടെ മുകളിൽ ഒരു കിണർ, 90 അടി താഴ്ചയുള്ള ഈ കിണറായിരുന്നു അന്നത്തെ അവരുടെ ആകെ ജലസ്രോതസ്. അന്ന് കാലത്ത് യുദ്ധങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഈ ചെറിയ പീരങ്കികൾ കാസലിന് ചുറ്റിനും അവർ വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തേക്ക് ആക്രമിക്കാൻ വരുന്നവർ ഏത് സൈഡിൽ കൂടെ വന്നാലും അവർക്ക് ഏറ്റവും ഉയരത്തിൽ നിന്ന് തന്നെ കണ്ടവരെ തിരിച്ചാക്രമിക്കാനാകും. എഡിൻബറ കാസലിനുള്ളിലെ ഏറ്റവും പഴക്കമുള്ള കെട്ടിടമാണ് മാർഗരറ്റ് ചാപ്പൽ. 12-ാം നൂറ്റാണ്ടിൽ സ്കോട്ട്ലാൻഡിൻ്റെ രാജാവായ ഡേവിഡ് ഒന്നാമൻ തൻ്റെ മാതാവ് വിശുദ്ധ മാർഗരറ്റിൻ്റെ സ്മരണയ്ക്കായി ഈ ചെറിയ ദേവാലയം പണിതതാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ചാപ്പൽ വളരെ ചെറുതാണ്, പക്ഷേ അതിൻ്റെ ചരിത്ര പ്രാധാന്യം വളരെ വലുതാണ്. നോർമൻ ശൈലിയിലുള്ള കട്ടിയുള്ള കല്ല് കൊണ്ട് നിർമ്മിച്ച മതിലുകളും ചെറിയ ചെറിയ ജാലകങ്ങളും അതിൻ്റെ മധ്യകാല ശൈലിയെ ഇന്നും സംരക്ഷിക്കുന്നു. സ്കോട്ട്ലാൻഡിലെ നിരവധി യുദ്ധങ്ങളും ഉപരോധങ്ങളും കടന്നുപോയിട്ടും ഈ ദേവാലയം ഇന്നും നിലകൊള്ളുന്നു. ഇന്നിത് വിവാഹ ചടങ്ങുകൾക്കും സ്മാരക പ്രാർത്ഥനകൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്ന സ്ഥലമാണ് ഈ കാസലിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ എന്നെ ഏറ്റവും ഞെട്ടിച്ച സ്ഥലം. അതെ, ദ പ്രിസൺസ് ഓഫ് വാർ. ഈ കാസലിന്റെ അടിഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന പ്രിസൺ ഓഫ് വാർ മ്യൂസിയം കോട്ടയുടെ ഇരുണ്ട ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ്. 17-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ വിവിധ യുദ്ധങ്ങളിലായി പിടിക്കപ്പെട്ട സൈനികരെയാണ് ഇവിടെ തടവിലിട്ടിരുന്നത്. അന്നത്തെ യുദ്ധകാലത്തുണ്ടായിരുന്ന ഫ്രഞ്ച്, സ്പാനിഷ്, അമേരിക്കൻ നാവിക സൈനികർ ഇവിടെ ഉണ്ടായിരുന്നു. തടവുകാർ ഇരുണ്ടതും വായുസഞ്ചാരമില്ലാത്തതുമായ മുറികളിലാണ് പാർത്തിരുന്നത്. കുറവുള്ള ഭക്ഷണവും കർശനമായ സുരക്ഷയും അവരുടെ ജീവിതം ദുഷ്കരമാക്കി. എന്നാൽ ചിലർ മരം കൊണ്ട് ചെറിയ കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ച് വിൽക്കുകയും ചെയ്തതായി രേഖകളുണ്ട്. ഇന്ന് വരുന്ന സന്ദർശകർക്ക് അന്നത്തെ തടവുകാരുടെ ജീവിതം യഥാർത്ഥ രൂപത്തിൽ കാണാനാകുന്ന വിധത്തിൽ തന്നെയാണ് ഇന്നും ഈ പ്രിസൺ സജ്ജീകരിച്ചിരിക്കുന്നത്. അന്നത്തെ സൈനികരുടെ ത്യാഗവും ധൈര്യവും ഒക്കെ പറഞ്ഞു പോകുന്ന ഒരുപാട് പതാകകളും മെഡലുകളും ഒക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സ്കോട്ട്ലാൻഡിന്റെ സൈനിക പാരമ്പര്യത്തെ ജീവനോടെ നിലനിർത്തുന്ന ഒരു സ്മാരകം അതുതന്നെയാണ് റെജിമെന്റൽ മ്യൂസിയം. ഇത് കൂടാതെ വേറെയും ഒട്ടനവധി കാഴ്ചകൾ നമുക്ക് ഈ കാസലിനുള്ളിൽ കാണാൻ സാധിക്കും. അവരുടെ കുറെ നല്ല നല്ല നിർമ്മിതികൾ, അവരുടെ ആയുധങ്ങൾ, അവരുടെ ലൈബ്രറി, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ. പക്ഷെ ഒരു ദിവസം കൊണ്ട് എഡിൻബറ കാസൽ കണ്ടു തീർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. നമ്മളുടെ സമയപരിമിതി മൂലം ഈ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. ഒരിക്കൽ കൂടി ഞങ്ങൾ എന്നെങ്കിലും എഡിൻബറയിൽ വരും. കാരണം ഞങ്ങൾക്ക് സമയപരിമിതി മൂലം കാണാൻ പറ്റാതെ പോയ ഒരുപാട് സംഭവങ്ങൾ എഡിൻബറയിലുണ്ട്. അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ദ കെൽപ്പിസിലേക്ക് പോവുകയാണ്. അപ്പോൾ പാർട്ട് 4 വീഡിയോയിൽ ദ കെൽപ്പിസുമായി കാണാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.